ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മുൻപാകെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ 5 വയസ്സുള്ള മകനെ ഒരു വലിയ പ്രദർശനത്തിലേക്ക് കൊണ്ടുപോയി. വർണ്ണഫമായ ലൈറ്റുകൾ, ഭീമൻ ചക്രങ്ങൾ, ഉല്ലാസയാത്രികൾ എന്നിവയിൽ കൂടെ ആ കുട്ടി ആകൃഷ്ടനായി. അവൻ നടക്കുമ്പോൾ അവൻ ഓരോ പ്രദർശനവും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ എങ്ങനെയോ തൻ്റെ പിതാവിൽ നിന്നും അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു. അവൻ്റെ പിതാവ് അവനെ കണ്ടെത്തിയപ്പോൾ അവൻ സൗമ്യമായി പറഞ്ഞു, മകനെ, ഇനി മുതൽ ഞങ്ങളുടെ പിന്നിൽ നടക്കരുത്, ഞങ്ങൾക്ക് നിന്നെ കാണാൻ കഴിയുന്നിടത്ത് ഞങ്ങളുടെ മുന്നിൽ നടക്കുക എന്ന്. അതുപോലെ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന്. കർത്താവിൻ്റെ മുൻപാകെ നടക്കുക എന്നാൽ അവൻ്റെ മുൻപാകെ പോകുക എന്നല്ല. അവൻ്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടെന്ന അവബോധത്തോടെ ജീവിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൻ നിങ്ങളെ നിരന്തരം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ അവൻ്റെ പിന്നിൽ നടന്നാൽ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പതുക്കെ മന്ദീഭവിപ്പിക്കുകയും ലൗകിക കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ബൈബിൾ പറയുന്നത് ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്നാണ്. ഇത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിലും നോഹ ദൈവത്തോടൊപ്പം നടന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യത്തിലും കാണപ്പെടുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ദൈവത്തോടൊപ്പം നടന്നു എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നു. അവർ ദൈവത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, അവനോടൊപ്പം കൈകോർത്ത് നടന്നു. എന്നിരുന്നാലും ദൈവത്തോടൊപ്പം നടക്കുന്നതും ദൈവത്തിന് മുൻപാകെ നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പലപ്പോഴും കർത്താവ് നമ്മെ സംരക്ഷിക്കാൻ പിന്നിൽ പിന്തുടരുമ്പോൾ അവൻ്റെ മുൻപാകെ നടപ്പാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. മറ്റ് സമയങ്ങളിൽ അവൻ നമ്മോടൊപ്പം സംസാരിച്ചുകൊണ്ട് അരികിലൂടെ നടക്കുന്നു. ഒരിക്കലൊരു ഭക്തൻ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒരു പർവ്വതപാതയിലൂടെ നടന്നു. തിരികെ പോകുമ്പോൾ നിലത്ത് അരികിൽ 2 സെറ്റ് കാൽപ്പാടുകൾ കണ്ടപ്പോൾ അയാൾ സന്തോഷിച്ചു. എന്നാൽ അപകടമായ ഒരു ചരിവിലെത്തിയപ്പോൾ 1 സെറ്റ് കാൽപ്പാടുകൾ മാത്രമേ അയാൾ ശ്രദ്ധിച്ചുള്ളൂ. അസ്വസ്ഥനായി അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ, ഇത്ര അപകടകരമായ ഒരു സ്ഥലത്ത് എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? എനിക്ക് 1 സെറ്റ് കാൽപ്പാടുകൾ മാത്രമേ കാണാൻ കഴിയൂ. കർത്താവ് സ്നേഹപൂർവ്വം മറുപടി പറഞ്ഞു, നീ കാണുന്ന ആ കാൽപ്പാടുകൾ എൻ്റേതാണ്. ഞങ്ങൾ ആ അപകടകരമായ സ്ഥലത്തെത്തിയപ്പോൾ നിനക്ക് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നെ എൻ്റെ തോളിൽ വഹിച്ചു. എൻ്റെ മകനെ, നീ എനിക്ക് വിലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ ആടിനെ കണ്ടെത്തിയ ഇടയൻ അതിനെ തനിയെ നടക്കാൻ അനുവദിക്കുന്നതിന് പകരം സന്തോഷത്തോടെ തോളിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നാം വായിക്കുന്നു. ഇത് ലൂക്കോസ് 15-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ വഹിക്കുന്നു. ഇത് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 63-ാം അധ്യായം 9-ാം വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവൻ്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സദൃശവാക്യങ്ങൾ 30-31 അധ്യായങ്ങൾ, വൈകുന്നേരം 2 കൊരിന്ത്യർ 11-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.